بسم الله الرحمن الرحيم ومن أراد الآخرة وسعى لها سعيها وهو مؤمن فأولئك كان سعيهم مشكورا. ആരെങ്കിലും പരലോകം ഉദ്ദേശിക്കുകയും സത്യവിശ്വാസിയായിക്കൊണ്ട് അതിനുവേണ്ടി അതിൻ്റെതായ പരിശ്രമം നടത്തുകയും ചെയ്യുന്ന പക്ഷം അത്തരക്കാരുടെ പരിശ്രമം പ്രതിഫലാർഹമായിരിക്കും. കുല്ലൻ നുമിദ്ദു ഹാഉലാഇ വഹാഉലാഇ മിൻ അതാഇ റബ്ബിക വമാ കാന ربك محظورا. انظر كيف فضلنا بعضهم على بعض وللآخرة أكبر درجات وأكبر تفضيلا. لا تجعل مع الله إلها آخر فتقعد مذموما مخذولا. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യനായ അധ്യക്ഷൻ, ഇത്തിഹാദ് ശുബാനുൽ മുജാഹിദീൻ സംസ്ഥാന ഉപാധ്യക്ഷൻ അബ്ദുൽ മജീദ് സലാഹി, ഇടുക്കി ജില്ലയുടെ ദഅവ കോർഡിനേറ്റർ കൂടിയായ അഷ്റഫ് സുല്ലമി, വേദിയിലിരിക്കുന്ന ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളെ, പ്രിയം നിറഞ്ഞ ഈ പ്രദേശത്തെ വിശുദ്ധരായ നല്ല മനസ്സിൻ്റെ ഉടമകളായ സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇസ്ലാം ശാന്തിയുടെ മതം എന്ന ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളക്കരയുടെ 90ഓളം പ്രദേശങ്ങളിൽ ഇതുപോലെയുള്ള മനസ്സിനോട് സംവദിക്കുന്ന, കാണാനും കേൾക്കാനും അറിയാനും മനസ്സിലാക്കാനുമുള്ള അവസരമൊരുക്കിക്കൊണ്ട് ദ ലൈറ്റ് എക്സിബിഷൻ ഓൺ ഇസ്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. വെളിച്ചം അത് ഇരുട്ടിൽ തപ്പുമ്പോഴാണ് അത് നമുക്ക് ഉത്തമമായി അനുഭവപ്പെടുക. ചൂഷണം ചെയ്യപ്പെടുന്ന യുവത്വവും അതുപോലെ തന്നെ കൗമാരവും എന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്നത് ഇസ്ലാം ശാന്തിയുടെ മതം എന്നു പറയുന്ന സുന്ദരമായ ഒരു ആശയത്തിന് വീടിന്റെ ഉള്ളിൽ നിന്നു തന്നെ വിള്ളലുണ്ടാകുന്നത് യുവത്വത്തിന്റെ പക്വതയില്ലായ്മയിൽ നിന്നാണ്. ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ബഹുമാന്യനായ നമ്മളുടെ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു വലിയ ആൾക്കൂട്ട പ്രഭാഷണമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇസ്ലാം ശാന്തിയുടെ മതം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ ഒരു ശബ്ദകോലാഹലമല്ല, ശാന്തമായിക്കൊണ്ട്. എക്സിബിഷൻ എന്ന് പറഞ്ഞാൽ പൊതുവിൽ ആളുകൾ കണക്ക് കൂട്ടുന്നത് ഒരു യന്ത്ര ഊഞ്ഞാൽ കറങ്ങുക, ട്യൂബ് ലൈറ്റ് കറങ്ങുക, ടൊറട്ടോറോയിൽ കറക്കുക,
ആരും ഒന്നും മിണ്ടാൻ അറിയാത്തതുകൊണ്ടും സംസാരിക്കാത്തതുകൊണ്ടും അമേരിക്കയിൽ നിന്നൊരു പാവയെ കൊണ്ടുവന്ന് 10 രൂപക്ക് സംസാരിപ്പിക്കുക, ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് എക്സിബിഷൻ ആവുക എന്നാണ്. ആ ഒരു എക്സിബിഷനിൽ പോയാൽ കീശയും കാലിയാകും, അവനവന്റെ വയറിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ 4 കറക്കത്തിനിടയിൽ അതും കാലിയാകും. ഇവിടെ മനം നിറയെ വായിക്കാനും അറിയാനും കാശ് കാലിയാവാതെ, കീശ കാലിയാവാതെ, മനസ്സ് നിറച്ച് സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചതുപോലെ വിശുദ്ധമായ ആശയങ്ങൾ നിറച്ചുകൊണ്ട് വീട്ടിലേക്ക് സ്വസ്ഥതയോടുകൂടി മടങ്ങാനും, അത് നമ്മളുടെ കേരളക്കരയുടെയും നമ്മുടെ നാടിൻ്റെയും നമ്മുടെ രാജ്യത്തിൻ്റെയും ഉന്നമനത്തിനു വേണ്ടിയുള്ള ആശയങ്ങളായി മാറുവാനും, അത് കഴിഞ്ഞാൽ മറ്റൊരു ലോകത്ത് മെച്ചമാവുവാനും ഉള്ള ഉദ്ദേശ്യത്തോടു കൂടി ഉള്ളതാണ്. മനുഷ്യനെന്ന് പറയുന്നത് കുരങ്ങന്റെ വാലുമുറിഞ്ഞ് ഉണ്ടായതാണ് എന്ന് പറയുന്നവരുണ്ട്. ഒരു ചേന കഷ്ണം വെട്ടി കുഴിച്ചിട്ടാൽ അതിൽ നിന്നുണ്ടാകുന്ന ചേന കഷ്ണച്ചേനയല്ല എന്ന് നിങ്ങളുടെ നാട്ടിലെ കർഷകർക്കറിയാം. എലിയുടെ വാലു മുറിഞ്ഞു പോയാൽ അവയിൽ നിന്ന് ജനിക്കുന്ന എലിക്കുഞ്ഞുങ്ങൾക്ക് വാലുണ്ട് എന്നത് ഏത് ശരണക്കാരനും അറിയുന്ന ഒരു കാര്യമാണ്. കുരങ്ങനിൽ നിന്ന് വാലു മുറിഞ്ഞ് ഉണ്ടായതാണെങ്കിൽ അതുപോലെയൊക്കെ നടന്നാൽ മതി എന്ന് നമുക്ക് വിചാരിക്കാമായിരുന്നു. പക്ഷെ അങ്ങനെയല്ലല്ലോ. കുരങ്ങൻ പുരോഗതി പ്രാപിച്ച് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയപ്പോൾ മനുഷ്യനായി തീർന്നു എന്നാണ് നമ്മളൊക്കെ കണക്ക് കൂട്ടുന്നത്. എന്നാ നോക്കൂ നിങ്ങൾ, ഒരു കുരങ്ങന്റെ കുഞ്ഞ് എഴുന്നേറ്റ് നടക്കാൻ 2 മണിക്കൂർ മതി ജനിച്ചാൽ. അതിൽ നിന്ന് പുരോഗതി പ്രാപിച്ച മനുഷ്യൻ എഴുന്നേറ്റ് നടക്കാൻ 8 മാസം എടുക്കാതെ ഒരു നിവൃത്തിയില്ല. പുരോഗതി പ്രാപിച്ചതായിരുന്നുവെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് എഴുന്നേറ്റ് നടക്കണമായിരുന്നു. അല്ല മനുഷ്യരെ, ഈ ലോകത്ത് പടക്കപ്പെട്ടതു തന്നെയാണ്. മനുഷ്യൻ മനുഷ്യനായും കുരങ്ങൻ കുരങ്ങനായും പശു പശുവായും ആട് ആടായും തന്നെ പടക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ആർട്സ് കോളേജ് എന്ന് എഴുതി വെച്ചിട്ട് ഒരാടും അങ്ങോട്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടി കയറി വരുന്നില്ല. മനുഷ്യനാണ് പഠിക്കണമെന്ന് തോന്നുന്നത്. ഖുർആൻ മനുഷ്യനെ വഴിയിലേക്ക് ക്ഷണിക്കുകയാണ്, വഴിവിട്ട ജീവിതത്തിലേക്കല്ല. എല്ലാവരും ഭയപ്പെടുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ യുവത്വത്തെയാണ്. ഒരു ചെറുപ്പക്കാരൻ വാഹനമോട്ടി വരുമ്പോൾ അവന്റെ പ്രായത്തെ കണക്ക് കൂട്ടി ഒഴിഞ്ഞു മാറുന്നവരാണ് അധികവും. എന്തുകൊണ്ടാണ്? മതമായിരുന്നാലും രാഷ്ട്രീയമായിരുന്നാലും പൊതുകാര്യമായിരുന്നാലും ഒക്കെ തന്നെ ഭയപ്പെടുന്നത് യുവത്വത്തെയാണ്. എന്നാൽ യുവത്വത്തെ ഭയപ്പെട്ട് പേടിച്ചുകൊണ്ട് ഉൾവലിഞ്ഞു പോവുകയല്ല മതം ചെയ്യുന്നത്. യുവത്വത്തിന് യഥാർത്ഥമായ ഒരു വഴി കാണിച്ചു തരുന്നു. എന്താണത്? നമ്മൾ ഈ ലോകത്ത് പടക്കപ്പെട്ടതാണ് എന്ന്. അതുകൊണ്ട് നമ്മളുടെ ആരോഗ്യത്തെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുവാനും, ആ ഉപയോഗപ്പെടുത്തിയത് കൊണ്ട് നമ്മളുടെ ഗ്രാമത്തിനും നമ്മുടെ നാടിനും നമ്മുടെ ജീവിതത്തിനും മേന്മ ഉണ്ടാകണമെന്ന് കൂടി മനുഷ്യനെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇവിടെ വായിക്കുന്നത് നിങ്ങൾ കയറി ഒരാൾ വായിച്ചാൽ ഖുർആനും പ്രവാചക വചനങ്ങളുമാണ് കാണുക. പേരാമ്പ്രയിൽ ലൈറ്റ് എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കെ കണ്ടുവന്ന ബിനു എന്ന് പറയുന്നൊരു സഹോദരൻ കയറി വന്ന് അല്പം അകലെയായിരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്താ ഇങ്ങനെ അകലെ ഇരിക്കുന്നത്? ഒന്നുമില്ല, ഇവിടെ മേശപ്പുറത്ത് ഖുർആനുണ്ട്, അതുകൊണ്ട് ഖുർആൻ എന്നത് തൊട്ടുപോയാൽ കണ്ണു പൊട്ടിപ്പോകുമെന്ന് എൻ്റെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നഷ്ടപ്പെടണ്ട എന്ന് കരുതിയിട്ട് കുറച്ച് ദൂരെ ഇരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, മനുഷ്യന്റെ ഹൃദയത്തിന്റെ നന്മക്ക് വേണ്ടി അവതരിക്കപ്പെട്ട 6000-ൽ ചില്ലാനം വചനങ്ങൾ. ആ വചനങ്ങളിൽ ഒരു വൈറസ് ഉണ്ടോ? ഇല്ല. മനുഷ്യന്റെ മനസ്സുകൾക്ക് ദിശാബോധത്തെ നൽകുകയും എന്തിനാണ് പടക്കപ്പെട്ടതെന്നും എന്താണ് ഈ ലോകത്ത് നമ്മളുടെ ലക്ഷ്യമെന്നും നമ്മളെ പഠിപ്പിക്കുകയാണ്. അലക്ഷ്യമായി ഓടി നടക്കുന്ന അപ്പൂപ്പൻ താടി പോലെ ഈസ്റ്റ് വെസ്റ്റ് സർവീസ് നടത്താനുള്ളതല്ല നമ്മളുടെ യുവത്വം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു രൂപത്തിൽ, ശ്രേഷ്ഠമായ രൂപത്തിലാണ്. ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി സൃഷ്ടിച്ചിങ്ങോട്ട് വിട്ടേക്കുകയല്ല. നമ്മൾ അച്ഛനോടോ അമ്മയോടോ ഉപ്പയോടോ ഉമ്മയോടോ തെറ്റിപ്പിരിഞ്ഞ് വീട്ടിൽ നിന്ന് ഒരു വസ്തുക്കളൊക്കെ ഒരു ഗുഡ്സിലാക്കിക്കൊണ്ട് ഇറങ്ങിപ്പോരുമ്പോൾ ഗുഡ്സിന്റെ ഡ്രൈവർ ചോദിക്കുകയാണ്, ഈ തോമസ് ചേട്ടന്റെ മോനാണോ? അപ്പൊ നമ്മൾ പറയും, ഞാൻ തെറ്റിയൊക്കെ പിരിഞ്ഞ് ആധാരമൊക്കെ ഏൽപ്പിച്ച് പോരുമ്പോ മോനെ എങ്ങനെയാ നിനക്കത് മനസ്സിലായത്? ഇവിടെ എഴുതിയൊന്നും വെച്ചിട്ടില്ലല്ലോ.
അപ്പൊ ഓട്ടോറിക്ഷ ഡ്രൈവർ പറയും, അത് മൂക്കിന്റെ അറ്റത്ത് ആ വളവ് കണ്ടപ്പോ എനിക്ക് തോന്നിപ്പോയതാണ്, അച്ഛനെ പോലെയുണ്ട്. ജനിച്ചതിന് ശേഷം ബാർബർ ഷോപ്പിലോ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് സർജറി നടത്തുന്ന ഹോസ്പിറ്റലിലോ കൊണ്ടുപോയിട്ട് അവിടെ പോയി ഡോക്ടറോട് പറഞ്ഞാണോ ഇത് എന്റെ മകനാണ്, എന്നെ പോലെ ഒന്ന് ആക്കി തരണം മൂക്കും കണ്ണും ഒക്കെ? അല്ല. അണ്ടവും പുംബീജവും ചേർന്ന് ഒരു തുള്ളിയെ 1000 തുള്ളികളാക്കി അതിന്റെ അംശത്തെ ഒരു ചെറിയ ഒരു മഞ്ഞുതുള്ളിയുടെ അത്ര പോലും ഇല്ലാതെ മൈക്രോസ്കോപ്പ് കൊണ്ട് മാത്രം നോക്കിയാൽ കാണുന്ന ആ ഒരു രക്തബിന്ദു ഒരു മാംസ കഷ്ണമായി തീർന്ന് അതിൽ നിന്ന് എല്ലുകൾ രൂപാന്തരപ്പെട്ട് ആ എല്ലുകൾക്ക് പുറമെ മാംസം വെച്ച് പിടിപ്പിച്ച് ഭൂമുഖത്തേക്ക് വരുമ്പോൾ ആ തുള്ളിയിൽ ഇൻസ്റ്റാൾ ചെയ്ത സോഫ്റ്റ്വെയറുകളാണ് നമ്മൾ ഈ ഒരു രൂപത്തിലും ഈ ഒരു ആകാരത്തിലും ഈ ഒരു വികാരം ഉൾക്കൊണ്ടും ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. എന്തിനാ? നീ എങ്ങോട്ടാ? ഞാൻ വെറുതെ മൂവാറ്റുപുഴ ഒന്ന് പോവുക. നീ എങ്ങോട്ടാ? ഞാൻ വെറുതെ പാലയിലൊന്ന് പോവുക. എന്തിനാ ഈ വെറുതെ പോണത്? പണിയൊന്നും ഇല്ലായിട്ട്, ജോലിയൊന്നും ഇല്ലായിട്ട്. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹർ ലം യകുൻ ശൈഅൻ മസ്കൂറാ. പറയപ്പെടാത്ത, പരിഗണിക്കപ്പെടാത്ത ഒരു കാലം മനുഷ്യ നിനക്ക് കഴിഞ്ഞു പോയിട്ടില്ലെന്ന. 30 വയസ്സ് പ്രായം ചെന്ന ചെറുപ്പക്കാരാ 32 കൊല്ലം മുമ്പ് എവിടെ? ഒരു അഡ്രസ്സുമില്ല, ഒരടയാളമില്ല ഈ പ്രപഞ്ചത്തിൽ. അങ്ങനെ ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട് നമുക്ക് ആത്മാവിനെ തന്ന് എന്റെ ശരീരത്തിൽ എന്നെ സൃഷ്ടിച്ച നാഥൻ 37 കൊല്ലമായി എന്റെ ആത്മാവിനെ എന്റെ ശരീരത്തിൽ ഇട്ട് തന്നിരിക്കുന്നു. 9 ഓട്ടമുള്ള ഒരു PVC പൈപ്പാ മനുഷ്യൻ. ആത്മാവ് പോകാൻ വഴിയൊന്നും തരേണ്ട, ആക്സിഡന്റ് ഒന്നും ഉണ്ടാകണ്ട, കിണറ്റിൽ ചാടൊന്നും വേണ്ട, എവിടെയെങ്കിലും ഹാർട്ട് അറ്റാക്ക് ആകണമെന്നൊന്നുമില്ല. നമ്മളുടെ ശരീരത്തിലുള്ള ആത്മാവിനെ, എന്റെ ശരീരത്തിൽ ആത്മാവിനെ കൊണ്ടുപോകാൻ എന്നോട് ചോദിക്കണോ? വേണ്ട. എന്റെ ഉപ്പനോട് ചോദിക്കണോ? വേണ്ട. എന്റെ ഉമ്മനോട് ചോദിക്കണോ? എന്റെ ഭാര്യനോട് ചോദിക്കണോ? എന്റെ പ്രിൻസിപ്പലിനോട് ചോദിക്കണോ? എന്റെ മക്കളോട് ചോദിക്കണോ? ആരോട് ചോദിക്കാനും പറയാനുമില്ലാതെ എന്റെ ആത്മാവിനെ കൊണ്ടുപോകാൻ തന്നവന് സാധിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ട് എന്തിന് ഇത്രയും കാലമിട്ട് തന്നു? ഹുവല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ആരാണ് സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്ന് നിരീക്ഷിക്കുവാൻ വേണ്ടിയാണ് അവൻ മരണവും ജീവിതവും പടച്ചിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, മനുഷ്യനെ പടച്ചവൻ, ആ സൃഷ്ടാവ്, അത് മതോ ജാതിയോ വർഗമൊന്നും നോക്കണ്ട. ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ, ഖുർആൻ എന്ന് പറഞ്ഞാൽ വായിക്കാനുള്ള ഗ്രന്ഥമാണ്. നമ്മളിപ്പോ ഇന്ന് രാവിലെ പേപ്പർ വായിച്ചില്ലേ? ഇന്നലത്തെ പേപ്പറും മിഞ്ഞാനത്തെ പേപ്പറും അതിന്റെ തലേന്നത്തെ പേപ്പറിലൊക്കെ എന്താ ഉള്ളത്? കപ്പലും ഉണ്ടാ തുടങ്ങുന്നത്. ഈ സായാഹ്ന പത്രം വായിച്ചു നോക്കി. പത്രം വായിച്ച് നമ്മൾ രാവിലെ പത്രത്തിന് വേണ്ടി കാത്തിരുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ആ പത്രത്തിന്റെ വില 30 പൈസയാണ് അല്ലേ? മൊബൈൽ എടുത്തു നോക്കുക. മൊബൈൽ എടുത്തു നോക്കുമ്പോ ആ മൊബൈലിലുണ്ട് 200 മെസ്സേജ് കഴിഞ്ഞിട്ട് 2 എണ്ണം പുറത്തായിട്ട് വരാൻ സ്ഥലമില്ലാതെ ഇങ്ങനെ മിന്നി കളിക്കുക. അങ്ങനെ തുറന്നു നോക്കി. തുറന്നു നോക്കുമ്പോ എന്താ ഉള്ളത്? 60 റുപ്യ അടച്ചാൽ 61 റുപ്യക്ക് വിളിക്കാം. അടക്കാത്തൊരു വിളിയില്ലല്ലോ. അങ്ങനെ ഓരോ മെസ്സേജും വായിച്ചിട്ട് ഡിലീറ്റ് ആക്കുക. കാരണം എന്താ? നമുക്ക് വേണ്ടി ഒന്നുമില്ല, ഒക്കെ കമ്പനിയുടെ ലാഭമാണ്. 6000 ചില്ലാനം മെസ്സേജ് അടങ്ങിയിട്ടുള്ള ഖുർആൻ ഒന്ന് വായിച്ചു നോക്കി. ഏതെങ്കിലും ഒരു വചനം നമ്മളുടെ ജീവിതവുമായി ബന്ധപ്പെടാത്തതുണ്ടോ? വർഗീയതയാണല്ലോ പലപ്പോഴും ഒരു വെല്ലുവിളിയായി നിൽക്കുന്നത്. നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ഒരു സന്തോഷം നോക്കി നിങ്ങൾ. നാനാ ജാതികളുണ്ട്, വർഗങ്ങളുണ്ട്, വിഭാഗങ്ങളുണ്ട്. പക്ഷേ എല്ലാം ഒത്തൊരുമിച്ചു കൊണ്ട് നിലനിന്നു പോകുന്ന ഒരു മനുഷ്യ സമൂഹമാണ് ഇവിടെയുള്ളത്. എന്തുകൊണ്ടാണത്? അറിവുണ്ടായതുകൊണ്ട്, വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ട്. എന്താണ് വിദ്യാഭ്യാസം? ഏറ്റവും വലിയ വിദ്യാഭ്യാസം സ്കൂളുകളിൽ പോലും പോകാതെ MA പാസ്സാകാൻ പറ്റുന്ന നാടാണ് നമ്മുടെ ഇന്ത്യ രാജ്യം. എന്താ? മനുഷ്യനെ അറിയാം. അതാണ് ഏറ്റവും വലിയ MA. അതാണ് ഏറ്റവും വലിയ വിദ്യാഭ്യാസം. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശുഊബൻ വഖബാഇല ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. മുസ്ലിങ്ങളെ, നിങ്ങൾ വരി, നിങ്ങൾ എന്റെ ആളുകളാണ് എന്ന് പടച്ചോൻ പറഞ്ഞേക്കല്ല. ഇന്ന അഹ്ല കിതാബുകളെ, നിങ്ങൾ ഇങ്ങോട്ട് വരി, നിങ്ങൾ എന്റെ ആളുകളാണെന്ന് പറഞ്ഞേക്കല്ല. മനുഷ്യരെ എന്നാണ്. മനുഷ്യരാരാ? മാനുഷിക മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും മനുഷ്യന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ആ ബോധം നമുക്ക് ഉണ്ടായാൽ മതി. നമ്മളെ പ്രായം ചെന്നവർക്കും നമ്മുടെ നാട്ടിലുള്ള കുട്ടികൾക്കും ഒക്കെ ഉള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാ? വികാരങ്ങളൊക്കെ ഉള്ളവനാണ് അല്ലേ? ഒരു 12 വയസ്സ് വരെ കുട്ടികളൊക്കെ
ചിരിക്കുകയും കരയൊക്കെ ചെയ്തു. അല്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലേ? അത് ചിരിക്കും, ഇടയ്ക്ക് കരയും. പിന്നെ ഒരു 15 കഴിഞ്ഞാലോ വെറും ചിരിയുള്ളൂ, കരച്ചിലില്ല. എന്താ? പകുതി മരിച്ച്. പിന്നെ ഒരു 32, 35 പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, അതേപോലെ തന്നെ കുഞ്ഞുങ്ങള്, അതുപോലെ അവരെ ആശുപത്രി, ഇതൊക്കെ വരുമ്പോ വീണ്ടും കരച്ചിലും ചിരിയും വരും, വീണ്ടും മനുഷ്യനാകുക. അതുകൊണ്ടാണ് യുവത്വം എന്ന് പറയുന്ന ആ ഒരു പ്രത്യേക കാലത്തെ എടുത്തുകൊണ്ട് ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു കാലം. ആ കാലത്തെ ചൂഷണം ചെയ്യപ്പെടാൻ അവസ്ഥ അനുവദിക്കാതിരിക്കാൻ ഒരു ലക്ഷ്യം നമുക്ക് ഉണ്ടാകണം. എന്തിനാ ഈ ലോകത്ത് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്? ആരാണ് നല്ലത് ചെയ്യുന്നത്, ആരാണ് നല്ലത് കാണുന്നത്, ആരാണ് നല്ലത് പ്രവർത്തിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയാണ്, പരീക്ഷിക്കാൻ വേണ്ടി. ഒരു പരീക്ഷണത്തിന്റെ ലോകത്തിലാണ്. പരീക്ഷണത്തിന്റെ ലോകം. നിങ്ങളുടെ മകൻ SSLC പരീക്ഷ എഴുതുന്നു. പരീക്ഷ എഴുതാൻ വേണ്ടി സ്കൂളിലേക്ക് പോകുന്ന കുട്ടി അച്ഛനായ നിങ്ങളോട് ചോദിക്കുക, അച്ഛാ എന്താണ് നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? എന്തിനാ പരീക്ഷ 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 എന്ന് പറഞ്ഞ് പേടിപ്പിക്കണം? എന്തിനാ? നിങ്ങൾ എന്താ പറയാ? മോനെ പേടിപ്പിക്കല്ല, നീ പരീക്ഷക്ക് നന്നായി പഠിച്ച് പരീക്ഷ എഴുതിയാൽ 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് കിട്ടിയാൽ +2വിനോ പ്രിലിമിനറിക്കോ പോയി അവിടെയും നല്ല വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ സർക്കാർ തലത്തിൽ ഒരു ഉദ്യോഗം കിട്ടിയാൽ ആ ഉദ്യോഗത്തിൽ ലഭിക്കുന്ന ശമ്പളം കൊണ്ട് നമുക്കൊക്കെ സുന്ദരമായി ജീവിക്കുകയും നമ്മുടെ നാട്ടുകാർക്ക് ഉപകാരം ചെയ്യുകയും ചെയ്യാം. അത് ഉദ്ദേശിച്ച് എന്റെ പൊന്നുമോൻ ഒരു 20 മണിക്കൂർ പരീക്ഷ എഴുതണം എന്നാ പറയാം. പരീക്ഷാ ഹാളിൽ ചെന്നിരിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അനങ്ങാൻ പാടില്ല, അങ്ങോട്ടാകാൻ പാടില്ല, ഇങ്ങോട്ടാകാൻ പാടില്ല. അവനൊരു ശല്യമായി തോന്നിയിട്ടുണ്ടോ? ഈ ലോകത്ത് ഒരു പരീക്ഷണത്തിന്റെ ലോകത്തിലേക്ക് അയച്ചിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, സൗമ്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ നമ്മളുടെ ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റ് ഗോവിന്ദച്ചാമിക്ക് ഒരു സുഖാസ്വാദനത്തിന്റെ കേന്ദ്രമായിരുന്നു. ആ വൃത്തികെട്ട പ്രവൃത്തി ചെയ്ത് ആ പൊന്നുമകളെ കൊലപ്പെടുത്തി അതിന് ശിക്ഷ വിധിക്കപ്പെട്ട് ആ മനുഷ്യൻ 2 മാസത്തോളം ജയിലറക്കുള്ളിൽ കഴിഞ്ഞപ്പോൾ ആ ജയിലറക്കുള്ളിൽ വെച്ച് ഗോവിന്ദച്ചാമി 5 ദിവസം മുമ്പ് പറഞ്ഞത്, എന്റെ 2 കണ്ണ് 2 ആൾക്ക് കാഴ്ചക്ക് വേണ്ടി കൊടുക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. സ്വർഗമാണെന്ന് വിചാരിച്ചതിൽ നിന്ന് ജയിലറക്കുള്ളിൽ എത്തിപ്പെട്ടപ്പോൾ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മാനുഷിക ബോധത്തിലേക്ക് അല്പമെങ്കിലും തിരിച്ചു വരാൻ സാധിച്ചു. ഇസ്ലാം പറയുന്ന നിയമമുണ്ടല്ലോ, ഒരു ജയിലറ ഭൗതിക തലത്തിൽ മനുഷ്യന് അരുതാത്തതും അരുതുന്നതും കുടിക്കുന്നതും കുടിക്കാത്തതും കാണുന്നതും കാണാത്തതും ഒരു പരിമിതിയും എപ്പോഴും ഉത്തമമാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ ലോകത്ത് എനിക്ക് കൈവീശാൻ സ്വാതന്ത്ര്യമുണ്ട്, മറ്റൊരുത്തന്റെ മൂക്കിന്റെ അറ്റം വരെ അതുള്ളൂ, അതിന്റെ അപ്പുറം എനിക്ക് വീശാൻ ഇവിടെ അധികാരമില്ല, അതിനെ കവർന്നെടുക്കാൻ എനിക്ക് അധികാരമില്ല. അപ്പൊ എന്റെ ഇഷ്ടാനുസരണം ജീവിക്കുക എന്നല്ല, എന്നെ ഈ ലോകത്ത് സൃഷ്ടിച്ചവൻ എന്നെ കൊണ്ടൊരു ഉദ്ദേശ്യമുണ്ടെങ്കിൽ അത് പൂർത്തീകരിച്ചു കൊടുക്കേണ്ടുന്ന ബാധ്യത ഹിന്ദുവായിരുന്നാലും മുസ്ലിമായിരുന്നാലും ക്രിസ്ത്യാനിയായിരുന്നാലും അതുപോലെ മതമുള്ളവനായാലും മതമില്ലാത്തവനായാലും അവന് ഈ ഭൂമുഖത്തൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് പൂർത്തീകരിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ വല്യമ്മയും അതുപോലെ തന്നെ വല്യച്ഛനും വല്യമ്മയും ഒക്കെ പറയാറില്ലേ, എന്റെ മകൻ എന്താണെന്നറിയില്ല, അരണയുടെ ബുദ്ധിയാണ്. എന്താ ഈ അരണക്ക് വലിയ ന്യൂട്ടന്റെ ഏട്ടനാ? അരണ അല്ല, അരണ ഒരു പോക്കങ്ങ് പോവും. നമ്മൾ ബൈക്ക് എടുത്തിട്ടുണ്ടല്ലോ, നമ്മളെ പിന്നെ കാർ പോർച്ചൊന്നൊരു പോക്ക് പോണ ഒരു പോക്കങ്ങ് പോവും. പിന്നെ വഴിയിൽ കാണാൻ വെറുതെ വർത്താനം പറഞ്ഞ് എവിടെയെങ്കിലും പീടിയൊക്കൊലയും മരിക്കണം. അപ്പൊ എന്താ അരണ ഒരു പോക്കങ്ങ് പോവും. പോയിട്ട് അരണ അവിടെ നിൽക്കണാണ്. എന്താ അറിയോ, അരണ എന്തിനാ പോകുന്നതെന്ന് അരണക്കറിയില്ല. അതുകൊണ്ടാണ് ഈ അരണയുടെ ബുദ്ധി എന്ന് പറയുന്നത്. ഇതുപോലെ എന്തൊരു ലക്ഷ്യത്തിനാണോ ഇറങ്ങിത്തിരിച്ചത് അത് അറിയണം. ഒരു ഉപകാരപ്രദമായ കാര്യത്തിന് അത് തിന്മക്ക് വേണ്ടിയാകാൻ പാടില്ല. ദ ലൈറ്റ് എക്സിബിഷൻ ഓൺ ഇസ്ലാം എന്ന് വെച്ച് ISM എന്ന് വെച്ചപ്പോൾ ഒരുപാട് ആളുകൾ കയറുകയും വായിക്കുകയൊക്കെ ചെയ്യുന്നു. നേരെ മറിച്ച് ഇസ്ലാം വാളുകൊണ്ടാണെന്നും ബോംബ് കൊണ്ടാണെന്നും വിചാരിക്കുന്ന ഏതെങ്കിലും ആളുകൾ, കൈവെട്ടുന്നവരും കാല് വെട്ടുന്നവരും, ഇങ്ങനത്തെ ഒരു ഇസ്ലാം സമാധാനത്തിന്റെ മതം എന്ന് പറഞ്ഞൊരു എക്സിബിഷൻ വെച്ചോക്കട്ടെ, ഒരാളും കയറൂല. കാരണം ബോംബ് എപ്പോഴാണ് പൊട്ടുക എന്നറിയില്ല. ഇവിടെ പൊട്ടൂല. കാരണം എന്താ? ഇസ്ലാം സമാധാനത്തിലൂടെ തന്നെയാണ്, ആയുധം കൊണ്ടല്ല. ഒരു മതത്തിനും ഒരു തത്വത്തിനും ഒരാശയത്തിനും ആയുധങ്ങളെ കൊണ്ട് മേൽക്കൈ നേടാൻ കഴിയില്ല. കാരണം മനുഷ്യന്റെ മനസ്സാണ് ആദർശം സ്വീകരിക്കേണ്ടത്, അവിവേകങ്ങളല്ല. അതുകൊണ്ട് തന്റെ ജീവിതത്തിലുള്ള സുപ്രധാനമായ ലക്ഷ്യം കണ്ടെത്താൻ നമുക്കതിനുള്ള നിയമങ്ങളും നിർദ്ദേശങ്ങളുമുണ്ട്. അപ്പൊ എന്താ, അല്ല ഞാനിങ്ങനെ പോകട്ടെ, എനിക്കൊരു പ്രത്യേക കാലമൊക്കെ അങ്ങ് ആകട്ടെ, ഒരു 50 വയസ്സാകുമ്പോ ഒക്കെ അങ്ങ് നന്നാകാലോ എന്നാ. പ്രിയപ്പെട്ടവരെ, 50 വയസ്സായിട്ട് ഒരാൾ നന്നായില്ലെങ്കിലും അയാളെ കൊണ്ടൊരു ഉപദ്രവം നമ്മുടെ തൊടുപുഴക്കില്ല.
അയാൾ പാവം അവിടെ വീട്ടിലിരിക്കും. അയാൾ അല്ലെങ്കിൽ പള്ളിയിലൊന്ന് വരും, അവിടെ നിന്ന് ഒരാളെ നാവ് കൊണ്ട് ഉപദ്രവിക്കൂല. പക്ഷേ ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ നന്നാകാതിരിക്കുമ്പോൾ അവൻ തിന്മ ചെയ്യും. എന്തെങ്കിലും ഒരു ചായ ഗ്ലാസ് കഴുകുന്ന ഡ്യൂട്ടിയെങ്കിലും ഏറ്റെടുക്കണം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, പ്രവാചകരെ, താങ്കളുടെ ഭക്ഷണം എന്താണ്? താങ്കൾക്ക് എവിടെ നിന്നാണ് തിന്നാൻ കിട്ടുന്നത്? പ്രവാചകൻ കയ്യിൽ പിടിച്ച കുത്തിക്കുഴിക്കുന്ന കമ്പിപ്പാരയുടെ അടിഭാഗം കാണിച്ചിട്ട് പറഞ്ഞു, ഇതിന്റെ ചുവട്ടിലാണ് എന്റെ ഭക്ഷണമെന്ന്. ഏറ്റവും ഉത്തമമായ ഭക്ഷണം ഏതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സ്വന്തം കൈകൊണ്ടുണ്ടാക്കുന്ന അധ്വാനിച്ച ഭക്ഷണമാണ് ഏറ്റവും രുചികരമായ ഭക്ഷണം എന്നാ. എന്തിനാ അത് പഠിപ്പിച്ചത്? അധ്വാനിക്കുന്ന സ്വഭാവവും. ആ ലൈറ്റ് കൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഓഫാക്കാം. മുമ്പ് ഞാൻ അനുഭവിച്ചത്, അതുകൊണ്ട് ഞാൻ പറയുകയാണ്. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഓഫാക്കാം. പറഞ്ഞത്, അപ്പൊ നമ്മളുടെ ജീവിതത്തിലെ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മൾ നല്ലത് ചെയ്യുകയും നല്ലതിന് കാണുകയും നല്ലത് അറിയുകയും ചെയ്യണം. അതിന് ഞാൻ മുസ്ലിമാണ്, ഞാൻ ഇന്നോനാണ് എന്നൊന്നുമില്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങളുടെ തറവാടാണ്, നിങ്ങളൊക്കെ ഇങ്ങോട്ട് വരീന്നല്ലല്ലോ ക്ഷണിച്ചത്. ഖുർആൻ നിങ്ങൾ ആദ്യമായി എടുത്തു വായിക്കുമ്പോ ആ ഖുർആനിന്റെ തുടക്കം എങ്ങനെ അറിയോ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകരുടെ രക്ഷിതാവായ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയുമെന്നാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞപ്പോഴും ഖുർആൻ പറഞ്ഞത് ലോകർക്കുള്ള പ്രവാചകനാണെന്ന്. അതുകൊണ്ട് പ്രവാചകനെ കുറിച്ചൊക്കെ ആരും അഭിപ്രായം പറയും. ലോകരുടെ പ്രവാചകനായതുകൊണ്ട് എനിക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ എന്നില്ല. ആർക്കും പറയാം, ആർക്കും അഭിപ്രായം പറയാം. ഏതെങ്കിലും ഒരു വ്യക്തി അല്ലാഹുവിന്റെ ദൂതനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എന്തെങ്കിലും തരത്തിൽ നിന്ദിച്ചുവെങ്കിൽ ആ നിന്ദിതക്ക് മറുപടി നൽകുന്നിടത്താണ് പ്രവാചകനെ നിന്ദിക്കുന്ന സമീപനം മുസ്ലിം ചെറുപ്പക്കാരിൽ നിന്നുണ്ടായത്. ISM ദ ലൈറ്റ് എക്സിബിഷൻ ഓൺ ഇസ്ലാം എന്നതിന്റെ സന്ദേശ പ്രചരണ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അഭിപ്രായങ്ങൾ അത് ശേഖരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ അഭിപ്രായങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത്, ഇത്രയും നല്ലവനായ ഒരു പ്രവാചകന്റെ അനുയായികളായ നിങ്ങൾ എന്തിനാണ് പ്രവാചകനെ ഒരു വാചകം കൊണ്ട് നിന്ദിച്ചവന്റെ കൈവെട്ടിയത്? നിങ്ങൾക്ക് പ്രവാചകൻ മാപ്പ് തരില്ല എന്ന് വരെ എഴുതി വെച്ച കടലാസുകളുണ്ട്, സ്ലിപ്പുകളുണ്ട് പെട്ടിയിലിട്ടെ. അല്ലേ മുസ്ലിങ്ങളെ? നമ്മളും ചിന്തിക്കണ്ടേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ദിച്ചുകൊണ്ട് ഒരു പ്രൊഫസർ ചോദ്യം തയ്യാറാക്കി. അയാൾ തന്നെ ആ നാട്ടിൽ നിന്നു തന്നെ, നമ്മൾ തൊട്ടടുത്ത പ്രദേശമല്ലേ, ഒരു ഒറ്റപ്പെട്ടതുപോലെയായി. പള്ളിയിലെ പുരോഹിതൻ പറഞ്ഞു അയാൾ ചെയ്തത് തെറ്റായി. കോളേജ് കമ്മിറ്റി അദ്ദേഹത്തെ കോളേജ് സ്ഥാപനത്തിൽ നിന്ന് ഒഴിവാക്കി. ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന ശ്രീ MA ബേബി പറഞ്ഞു, ഇത്രയും വൃത്തിഹീനമായ സ്വഭാവമുള്ള ആശയമുള്ള ഒരാൾ എങ്ങനെയാണ് ഒരു മലയാള അധ്യാപകനായി ഈ അധ്യാപക സമൂഹത്തിൽ ഒരു മെമ്പറായത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ഭാരതത്തിൽ നന്മ ചെയ്താൽ ആരും സ്വീകരിക്കും, തിന്മ ചെയ്താൽ ആരും തിരസ്കരിക്കും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ കൈ അവിവേകിയായ ഏതോ ഒരു ചെറുപ്പക്കാരൻ വെട്ടി. അപ്പോഴാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ദിക്കപ്പെട്ടത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഉണ്ടായിരുന്ന തൂക്കിവെച്ച വാളെടുത്തുകൊണ്ട് പ്രവാചകനെ വെട്ടാനൊരുങ്ങിയപ്പോൾ പ്രവാചകനോട് ചോദിച്ചു, പ്രവാചകരെ, ഞാൻ നിങ്ങളെ വെട്ടുകയാണ്, ആരാ നിങ്ങളെ തടുക്കുക? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലോകത്തിന്റെ അധിപനായ നാഥൻ രക്ഷപ്പെടുത്തും, നിന്നെ ആരാ തടുക്കുക? തിരിച്ചു വെച്ചു. അയാൾക്ക് പറയാനൊന്നുമില്ല. പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തു, ഈ ലോകത്തുള്ള സർവ്വടിമകളെയും രക്ഷപ്പെടുത്തുന്നവനും ശിക്ഷിക്കാൻ അധികാരമുള്ളവനും റബ്ബാണ്, എനിക്കും അല്ല. മാപ്പ് കൊടുത്തു. ആ പ്രവാചകന്റെ അനുയായിയായ ഞാൻ ഒരാളെ കൈ വിട്ടുവോ? ഇല്ല. എന്നാ വെട്ടി എനിക്ക് ഇത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ ഒമ്നിയിൽ കീഴടങ്ങി, ഒമ്നിന്ന് കോളീസ് കയറി, കോളീസിൽ നിന്ന് ലോറി കയറി, ലോറിയിൽ നിന്ന് വേറെ വണ്ടി കയറി, മണൽ ലോറി പിടിച്ചിട്ട പോലെ പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ അതാ 10-14 വണ്ടി. ഇതാ എന്റെ ധൈര്യം. കാരണം എനിക്കറിയാം ഞാനാണിത് ചെയ്തതെങ്കിൽ എനിക്കറിയാം ഇത് തെറ്റാണ്. അതുകൊണ്ട് ഞാൻ ഈ സമൂഹത്തിൽ നിന്ന് 8-10 വണ്ടികളിൽ കയറി രക്ഷപ്പെട്ടില്ലെങ്കിൽ ഞാൻ ബാക്കിയുണ്ടാകില്ല എന്ന്. എങ്കിലും ഈ ഇന്ത്യ രാജ്യം നിയമവകുപ്പിലൂടെ മാത്രമേ ആ ഒരു തരത്തിലുള്ള ശ്രമത്തെ നേരിട്ടതുള്ളൂ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തു നിന്ന് 11 ആള് തെരഞ്ഞെടുക്കപ്പെട്ടു പോയിട്ട് എവിടെയെങ്കിലും പോയി ക്രിക്കറ്റ് കളിച്ചിട്ട് ആ 11 അംഗ സംഘം ഒരു റൺസിന് തോറ്റാൽ പിറ്റേ ദിവസം പേപ്പറിൽ എന്താ വരെ അറിയോ? ഇന്ത്യ തോറ്റു. ചൂടായിട്ട് കാര്യമുണ്ടോ? ഞാനൊക്കെ ഇവിടെ ഉണ്ട്,
എന്നിട്ട് എങ്ങനെ ഇന്ത്യ തോറ്റെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതേപോലെ മുസ്ലിമായി നമ്മളൊക്കെ ജീവിക്കുമ്പോ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഞാൻ എന്തെങ്കിലും ഒരു അവിവേകം കൊണ്ട് ഞാൻ ഈ തൊടുപുഴയിൽ എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾ നാളെ പറയും, അല്ലെങ്കിൽ ആരെങ്കിലും ആക്ഷേപിക്കും, മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്തു എന്ന്. അതുകൊണ്ട് സൂക്ഷിച്ചേ ഞാൻ പെരുമാറാൻ പാടുള്ളൂ. എന്റെ യുവത്വം എന്ന് പറയുന്നത് ആരോഗ്യപരമായ ഉപകാരപ്രദമായ മാർഗത്തിലൂടെ തിരിച്ചുവിടാൻ എനിക്ക് കഴിയേണ്ടതുണ്ട്. രാത്രി വരുന്നതിനെയാണ് ചിലർക്ക് പേടി. ഒരു നാട്ടിൽ ചെന്ന് പ്രസംഗത്തിന്റെ മുമ്പ് നാടുകളിലൂടെയൊക്കെ അങ്ങനെ നടന്നപ്പോൾ അവിടെ നിന്നൊരു വല്യമ്മ പറഞ്ഞെന്താ അറിയോ? പൊന്നു മോനെ, രാത്രി വരാതിരുന്നാ മതിയായിരുന്നു എന്ന്. കാരണം എന്തറിയോ? വൈകുന്നേരം 6 മണി വരെ ആ നാട്ടിൽ ഒരു കുഴപ്പമില്ല, 6:30 വരെ ഒരു കുഴപ്പമില്ല. എല്ലാവരും ശാന്തമായിട്ട് അങ്ങാടി പോകുന്നുണ്ട്, മത്സ്യം വാങ്ങുന്നുണ്ട്, വെള്ളരി വാങ്ങുന്നുണ്ട്, പടവലങ്ങ് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്, പഴങ്ങോട്ട് വാങ്ങുന്നുണ്ട്, ഒരു പ്രശ്നമല്ല. രാഷ്ട്രീയമുണ്ട്, പാർട്ടിയുണ്ട്, പിന്നെ മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, മതമുള്ളതുണ്ട്, ഇല്ലാത്തതുകൊണ്ട് ആർക്കും ഒരു പ്രശ്നമൊന്നുമില്ല. കണ്ട എല്ലാവരും ചിരിക്കണം, ലോകിയൊക്കെ പറയുന്നു. നേരം വെളുത്ത് 6 മണിയായ കഴിഞ്ഞ് അവിടെ ബോംബെറിഞ്ഞു, ഇവിടെ ബോംബെറിഞ്ഞു, അവിടെ അങ്ങനാക്കി, അവിടെ മറ്റോനെ വെട്ടി, ഇവനവന്റെ കാല് വെട്ടി, അവനെന്റെ പുരക്ക് തീ കൊടുത്ത്, മറ്റോടത്ത് ആകെ കലാപം. അപ്പൊ ആ ഉമ്മ മനസ്സിലാക്കി എന്തറിയോ? രാത്രി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു മോശാണ്. പ്രിയപ്പെട്ടവരെ, ഈ രാത്രി വരുന്നത് ആരാണ്? നമ്മൾ ആലോചിക്കേണ്ട. ഈ രാത്രി വരുന്നത് ഭൂമിയും അതുപോലെ തന്നെ മറ്റുള്ള ഗ്രഹങ്ങളും ഈ സൗരയൂഥത്തിന്റെ കറക്കത്തിന്റെ ക്രമീകരണം കൊണ്ടാണ്. ഖുർആൻ അത് പറഞ്ഞു, വശംസു വൽ ഖമറു ബിഹുസ്ബാൻ, സൂര്യനും ചന്ദ്രനും അതിന്റെ കണക്കനുസരിച്ച് സഞ്ചരിക്കുന്നു. ഇസ്ലാം എന്ന് പറഞ്ഞാൽ പൊട്ടപ്പോയത്തത്തിന്റെ മതമല്ല. ഗ്രഹണമുണ്ടാകുന്നത് ഏതെങ്കിലും ഒരു കാള കൊമ്പിൽ ഭൂമി വെച്ചിട്ട് ഇപ്പുറത്തേക്ക് തട്ടുമ്പുണ്ടാകണമല്ല. ഖുർആനും പ്രവാചകനും പഠിപ്പിച്ചു ഗ്രഹണം ബാധിക്കുക. എങ്ങനെയാ ഗ്രഹണം ബാധിക്കുന്നത്? സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒരേ ദിശയിൽ വരുമ്പോൾ നമുക്ക് സൂര്യഗ്രഹണം ഉണ്ടാകും. സൂര്യനും അതിന്റെ ഇടയിൽ ഭൂമിയും അതിന്റെ അപ്പുറത്ത് ചന്ദ്രനുമാകുമ്പോൾ ചന്ദ്രഗ്രഹണം ഉണ്ടാകും. ആ നിമിഷത്തിൽ ഇസ്ലാം പഠിപ്പിച്ചെന്തറിയോ? ആകാശത്തതാ ദൈവത്തിന്റെ സൃഷ്ടികളായ സൂര്യനും ചന്ദ്രനും ഭൂമിയും വരിക്ക് നിൽക്കണ്, സഫായി അണിയണിയായി നിൽക്കണ്. നിങ്ങളും പോയി പള്ളിക്ക് പോയി വരി നിൽക്കി. നിങ്ങൾ 2 കൂട്ടരുടെ അടിമകളാണ്. സൂര്യനെ ആരാധിക്കാനോ ചന്ദ്രനെ ആരാധിക്കാനോ ഭൂമിയെ പൂജിക്കാനോ അല്ല, ദൈവത്തിന്റെ സൃഷ്ടികളാണ്. ഇത് മാറ്റത്തോടുകൂടി കറങ്ങി വരുമ്പോൾ ആ വൈകുന്നേരം 6:40 നമുക്ക് ഇരുട്ട് വരുന്നത്, പ്രിയപ്പെട്ടവരെ, നമുക്ക് ഉറങ്ങാനും നമുക്ക് വിശ്രമിക്കാനും നമുക്ക് സമാധാനത്തോടുകൂടെ ജോലിയുടെ ക്ഷീണം മാറ്റാനുമാണ്, ആളുകൾ ഉപദ്രവിക്കാനല്ല. അപ്പൊ നമ്മൾ എന്താ പറയറിയോ? രാത്രിയാവുമ്പോ ആരും കാണൂലെന്നാ. നോക്കൂ, നിങ്ങൾ എറണാകുളത്ത് പോവുകയാണ്. എറണാകുളത്ത് പോയി ഒരു കാറുമായി പോയി, അവിടെ സിഗ്നൽ ഉണ്ട്, പച്ച ഓടിച്ചങ്ങോട്ട് എത്തുന്നൂറ് ഓറഞ്ചായി, ഓറഞ്ച് പിന്നെ കുറച്ചുകൂടെ എത്തിയപ്പോ ചുവപ്പായി. അപ്പുറപ്പുറം നോക്കുമ്പോ പോലീസൊന്നുമില്ല, ഒറ്റ കക്ഷി നടന്ന് അപ്പുറം ചാടിപ്പോയി. അങ്ങനെ കൂട്ടുകാരൻ പറഞ്ഞു, നല്ല ഡ്രൈവറാട്ടോ, ഗംഭീരാണ്, എന്താണ് ആ ചാട്ടം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ 2 കൊല്ലം കഴിഞ്ഞ് ഇടുക്കി RTO ഓഫീസിൽ നിങ്ങൾ എത്തി. RTO ഓഫീസിലെത്തുമ്പോ RTO ഓഫീസർ മോണിറ്റർ ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് ചോദിക്കുക നമ്മളോട്, സിഗ്നൽ കട്ട് ചെയ്തീനോ? ഇല്ല. ഈ വണ്ടികളതാ? വണ്ടിൻ്റെ ആണ്, പക്ഷെ ഞാനല്ല. ഈ ബനിയൻ എന്തതാ? ഈ മുഖം അല്ല, എത്ര അതിന് അടക്കണ്ട്? 3000 റുപ്യ. എന്നാ അടച്ചു പോയിക്കോളി. ദൈവം നമുക്ക് നൽകിയ ബുദ്ധി കൊണ്ട് നമ്മളുണ്ടാക്കിയ വ്യവസ്ഥയിൽ 2 വർഷം മുമ്പ് എറണാകുളത്തെ സിറ്റിയിൽ വെച്ച് സിഗ്നൽ കട്ട് ചെയ്തത് ഇടുക്കിയിലെ RTO ഓഫീസിന്റെ വെബ്സൈറ്റിൽ 2 വർഷത്തോളം സൂക്ഷിക്കപ്പെട്ട് നമ്മളുടെ വാഹനത്തിന്റെ നമ്പർ അടിച്ചാൽ അവിടെ എത്തുമ്പോൾ 3500 രൂപ നമുക്ക് ഫൈൻ അടപ്പിക്കാൻ ഇവിടെ സംവിധാനമുണ്ടെങ്കിൽ ഖുർആൻ നമ്മളോട് പറഞ്ഞു, ഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ, നിങ്ങളുടെ മേൽ സൂക്ഷിപ്പുകാരായി ദൈവത്തിന്റെ മലക്കുകളുണ്ട്, അവർ മാന്യന്മാരായ എഴുത്തുകാരാകുന്നു എന്നാണ്. ഞാൻ എവിടെ വെച്ച് എന്ത് ചെയ്താലും, ആരെ ഉപദ്രവിച്ചാലും, ആർക്ക് ഭീഷണി ഉണ്ടാക്കിയാലും, ആരുടെ കൈവെട്ടിയാലും, ആർക്ക് വിഷമമുണ്ടാക്കിയാലും ശരി, ദൈവം തമ്പുരാൻ എന്റെ പ്രവർത്തനം കൃത്യമായി രേഖപ്പെടുത്തി വെക്കും എന്നത് എന്റെ ജീവിതത്തിൽ ഞാൻ നന്മ ചെയ്യാൻ എനിക്ക് ഏറ്റവും വലിയൊരു കാരണമാണ്. സുഹൃത്തുക്കളെ, ആരും കണ്ടില്ല എന്ന് പറയാൻ എനിക്ക് കഴിയുമോ? അതുകൊണ്ട് ഹിന്ദുവായിരുന്നാലും മുസ്ലിമായാലും ക്രിസ്ത്യാനിയായാലും യുവത്വത്തോട് പറയുന്നു, രാവായാലും പകലായാലും നാം ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ കൃത്യമായ രേഖകൾ ഈ ലോകത്ത് ഒന്നുമില്ലായ്മയിൽ നിന്ന് പടച്ച സൃഷ്ടാവിന്റെ അടുക്കൽ രേഖപ്പെടുത്തപ്പെടുന്നു എന്ന് ഏത് ദൈവഗ്രന്ഥങ്ങളും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്.
യുവത്വത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നുന്നതിൻ്റെ കാരണങ്ങൾ നമുക്ക് വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നല്ലത് ചെയ്യണം, നല്ലത് ചെയ്യണം, നല്ലത് ചെയ്യണം എന്ന് നമ്മൾ പറയുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്നത് കുറെ ആളുകളൊക്കെ തിന്മ ചെയ്തുകൊണ്ട് നടക്കുന്നു, ഞാൻ മാത്രം ഇങ്ങനെ തിന്മ ചെയ്തിട്ടെന്താ, നന്മ ചെയ്തിട്ടെന്താ. ഇന്നിപ്പോ പത്രത്തിൽ കാണുന്നത് കർണാടകയിൽ കോടതിയിൽ നന്മക്ക് വേണ്ടി വാദിക്കേണ്ടുന്ന അഡ്വക്കേറ്റുമാർ കയ്യിൽ കല്ലെടുത്ത് പത്രപ്രവർത്തകരെ എറിയാണ്. 10 പേർ ഗുരുതരാവസ്ഥയിലാണ്. ആളുകൾ പറയാറുണ്ട് ചങ്ങലക്ക് ഭ്രാന്ത് പിടിക്കുന്നു എന്ന്. കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുകയാണ്. കാരണം കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുവാൻ കാരണം കുറ്റകൃത്യങ്ങൾക്കാണ് ഇന്ന് ഏറ്റവും വലിയ പരിഗണന, അല്ലേ? ഇപ്പൊ റെയിൽവേയുടെ ഒരു അതിക്രമം കഴിഞ്ഞപ്പോൾ ആ അതിക്രമത്തെക്കുറിച്ച് നോവൽ എഴുതുന്നത് പോലെയാണ് നമ്മുടെ നാട്ടിലെ പത്രങ്ങൾ എഴുതിയത്. അത് വായിച്ച് 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 ചെറുപ്പക്കാരന് തോന്നുകയാണ്, അപ്പൊ ഇങ്ങനെ ഒരു കുട്ടിനെ വലിച്ചിട്ടാൽ ഇതൊക്കെ നടക്കൂലേ? എല്ലാവരും പ്രതിയായി, ഇതിലൊക്കെ എല്ലാവരും പ്രതിയാണ്. തിന്മകൾ ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കാൻ എല്ലാ യുവസംഘടനകളും പ്രത്യേകമായി സമൂഹത്തെ ഉത്ബോധിപ്പിക്കണം. ഒരു ബസ് കത്തുകയാണ്, ഒരു ബസ് അങ്ങാടിയിൽ കത്തുന്നു. അപ്പൊ കത്തുമ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, അതെന്താണ് ആ ബസ് കത്തുന്നത്? അമേരിക്കക്കാരൻ തീവച്ചതാണോ? അല്ല, ഇന്ത്യ രാജ്യക്കാരൻ തന്നെ തീവച്ചത്, നമ്മളെ നാട്ടിലുള്ള. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, പ്രവാചകൻ പഠിപ്പിക്കുക അനുയായികളെ, കടൽ കരയിലേക്ക് ഇരച്ചു കയറുകയും അതുപോലെ തന്നെ ദുരന്തങ്ങൾ ഉണ്ടാവുകയും ചൂട് കൂടുകയും അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു കാലം വരുമെന്ന്. അതേതാണെന്ന് പ്രവാചകനോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞെന്തറിയോ? പൊതുസമ്പത്ത് നിയന്ത്രണമില്ലാതെ സൂക്ഷ്മതയില്ലാതെ ചെലവഴിക്കുന്ന ഒരു കാലം, നശിപ്പിക്കുന്ന ഒരു കാലം. KSRTC നഷ്ടത്തിലാണെന്ന് അറിയാത്ത ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ ഏതെങ്കിലും യുവസംഘടന ഉണ്ട് നമ്മളെ കേരളത്തിൽ? എന്നാ ഒരു ഹർത്താൽ പ്രഖ്യാപിച്ച രാവിലെ 6:10 ഏറിട്ട് ആയിരിക്കാം KSRTCക്ക്. എന്താ കാരണം? എന്താ കാരണം? ഞാൻ വലിയ രാജ്യസ്നേഹിയാണെന്നും ഞാൻ വലിയ രാഷ്ട്രത്തിന്റെ ആളാണെന്നും രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിന്റെ കാര്യമാണെന്നും ഞാൻ പഠിച്ചിട്ട് KSRTC എന്നത് രാഷ്ട്രത്തിന്റെ സ്വത്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ എനിക്ക് മാതൃക കിട്ടുന്നില്ല. ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീൻ സംഘടിപ്പിച്ച ഈ പരിപാടി കേരളക്കണക്കിൽ ആയിരക്കണക്കിന് യുവപ്രവർത്തകരുണ്ട്. ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീൻ ഞങ്ങൾക്ക് ധൈര്യസമേതം നെഞ്ഞത്ത് കൈവച്ച് ഞങ്ങൾ പറയും, ഈ സംഘത്തിൽപ്പെട്ട ഒരൊറ്റ ചെറുപ്പക്കാരനും ഈ രാജ്യത്തിന്റെ 5 പൈസ, ഈ രാജ്യത്തിന്റെ 5 പൈസയുടെ പൊതുമുതൽ നശിപ്പിച്ചിട്ടില്ല. ഞങ്ങൾ വളർത്തിയിട്ടേ ഉള്ളൂ, ഞങ്ങൾ ഉയർത്തിയിട്ടേ ഉള്ളൂ. എന്താ കാരണം? പോലീസിനെ പേടിച്ചിട്ടല്ല, പട്ടാളത്തെ പേടിച്ചിട്ടല്ല. ഈ ലോകത്തിനൊരു അധിപനുണ്ടെന്നും ആ അധിപൻ ഞങ്ങളെ നിരീക്ഷിക്കുന്നുവെന്നും ആ നിരീക്ഷണത്തിൽ നിന്ന് ആർക്കും പുറത്തു കടക്കാനാകില്ലെന്നും കൃത്യമായ വ്യവസ്ഥയോടുകൂടെ നാളെ ഒരു പരലോകത്ത് ഞങ്ങൾ പുനർജനിക്കുമെന്നും. അതെങ്ങനെ നടക്കുമോ? പുനർജനിക്കേ അങ്ങനെ ഉണ്ടാവുമോ? അങ്ങനെ ഉണ്ടാവുമോ? ഒന്നുമില്ലായ്മയിൽ നിന്ന്, ഒരു വെണ്ണീര് പോലും ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് ഇതുപോലെ സുന്ദരമായ ഒരു ശരീരത്തെ ഉണ്ടാക്കിയെടുക്കാനും അതിൽ ഉത്തമമായ ശ്രേഷ്ഠമായ ഒരു ആത്മാവിന് ജീവൻ നൽകുവാനും സിട്ടാവിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒന്ന് രണ്ടാമതുണ്ടാക്കാൻ അവനൊരു പ്രയാസമില്ല. അല്ല, നീ അതില്ല നിൽക്കുക. നമ്മുടെ നാട്ടിലെ പ്രഗത്ഭനായ അധ്യാപകനും ഒരുപാട് ശിഷ്യന്മാർക്ക് വെളിച്ചം കൊടുക്കുകയും ചെയ്ത ബഹുമാന്യനായ ശ്രീ സുകുമാർ അഴീക്കോട് ഒരു വലിയ യൂണിവേഴ്സിറ്റിയുടെയും തലവനായും അതുപോലെ മലയാളം അധ്യാപകനായും ചരിത്രത്തിന്റെ പാഠങ്ങൾ ശിഷ്യന്മാർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത വലിയൊരു ധന്യനായൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ഇനി ഞാൻ ഉപസംഹരിക്കട്ടെ എന്ന് പറഞ്ഞു പോയി. എങ്ങോട്ട്? എങ്ങോട്ട്? നന്മ ചെയ്യുകയും ഒരു മനുഷ്യൻ ഉപദ്രവം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന 10,000-കണക്കിന് മനുഷ്യന്മാർ ഈ ലോകത്ത് നിന്ന് വേർപെട്ടു പോയിട്ട് എന്തു കൊടുക്കാൻ കഴിഞ്ഞു? ഇപ്പൊ നമ്മളുടെ തൊടുപുഴ എന്ന് പറഞ്ഞ പ്രദേശം, ആ പ്രദേശത്ത് 15 കൊല്ലം രാഷ്ട്രീയ പ്രവർത്തനവും പഞ്ചായത്ത് മെമ്പറോ ആയിട്ട് ഒരു 5 പൈസ പോലും രാജ്യത്തിന്റെ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരു പൊതുപ്രവർത്തകൻ.
അയാളോട് നമുക്ക് മമത ഉണ്ടാവും, സ്നേഹം ഉണ്ടാവും. അയാളെ നമ്മൾ എന്ത് ചെയ്യാം, വിളിച്ചു കൊണ്ടുവരികയാണ്. എന്തേ, ഞങ്ങൾ നിങ്ങൾക്കൊരു സ്വീകരണം തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അയാളെ നമ്മൾ ഒരു മാലയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് അയാൾക്കുള്ളൊരു ഗ്ലാസ് വെള്ളക്കൂടെ കൊടുന്നിച്ച് അദ്ദേഹത്തോട് വിളിച്ചു വരാൻ പറഞ്ഞു. അയാൾ വരികയാണ്. കേട്ടു, വഴിയിൽ വെച്ച് അയാൾ ഒരു ബൈക്ക് ആക്സിഡന്റിൽ മരിച്ചിരിക്കുന്നു. ഈ നന്മ ചിന്തിച്ച തൊടുപുഴയിലെ പ്രിയപ്പെട്ട ആയിരക്കണക്കിന് മനുഷ്യരെ, പൊതുപ്രവർത്തകരെ, ആ മനുഷ്യന് നന്മ കൊടുക്കാൻ ആർക്കാണ് കഴിയുക? നമ്മൾ കൊണ്ടുവന്ന് വെച്ച ആ മാലുണ്ടല്ലോ, അത് റീത്താക്കിയിട്ട് ഒരു ചുറ്റും കൂടി ചുറ്റിയിട്ട് അയാളുടെ നെഞ്ഞത്ത് വെക്കും. കലക്ടർ വന്നു, അയാൾ അറിഞ്ഞില്ല. മുഖ്യമന്ത്രി വന്നു, അയാൾ അറിഞ്ഞില്ല. പ്രതിപക്ഷ നേതാവ് വന്നു, അയാൾ അറിഞ്ഞില്ല. കേന്ദ്രമന്ത്രി വന്നു, അയാൾ അറിഞ്ഞില്ല. ആ മനുഷ്യനറിയാതെ അയാൾക്ക് അത്രയും നന്മ ചെയ്തതിന്റെ പ്രതിഫലം കൊടുക്കാൻ കാട്ടറബിയായ മനുഷ്യൻ ഖുർആൻ പഠിച്ചിട്ടില്ല, കൂടുതൽ വിദ്യാഭ്യാസം നേടിയിട്ടില്ല. പ്രവാചകനോട് വന്നു പറഞ്ഞു, പ്രവാചകരെ, എനിക്ക് നിങ്ങൾ മതം പഠിപ്പിച്ചു തരണം. മതം എന്ന് പറഞ്ഞാൽ ഇളകാനുള്ളതല്ല, മതം ഉറച്ചിക്കാനുള്ളതാ. പഠിപ്പിച്ചു തരണം. فمن يعمل مثقال ذرة خيرا يرى ومن يعمل مثقال ذرة شرا يرى. ആരെങ്കിലും അണുമണി തൂക്കം നന്മ ചെയ്താൽ അത് അവിടെ മറ്റൊരു ലോകത്തവൻ കാണും. ആരെങ്കിലും അണുമണി തൂക്കം തിന്മ ചെയ്താൽ അതും അവിടെ കാണും. അയാൾ പ്രവാചകരോട് ചോദിച്ചു, പ്രവാചകരെ, അണുമണി തൂക്കം, ഒരു ഓട്ട വെയിലിന്റെ അത്ര, ഒരു ഉറുമ്പിന്റെ കാലിന്റെ അത്ര ഞാൻ എന്റെ ജന്മത്തിൽ ഈ ജീവിതത്തിൽ നന്മ ചെയ്താൽ അതവിടെ കാണുമെന്നാണോ? വീണ്ടും അയാൾ പ്രവാചകനോട് ചോദിച്ചപ്പോൾ പ്രവാചകൻ ആവേശത്തോടു കൂടി പറഞ്ഞു, നഅം നഅം. വീണ്ടും ചോദിച്ചു, പ്രവാചകരെ, അണുമണി തൂക്കം ഞാൻ ചെയ്താൽ അതവിടെ കാണുമോ? പ്രവാചകൻ അതെ എന്ന് പറഞ്ഞപ്പോൾ അയാൾ വേച്ച് വേച്ച് അങ്ങനെ നടന്നു പോവുകയാണ്. എന്താ പറയുന്നറിയോ? അണുമണി തൂക്കം, അണുമണി തൂക്കം, അണുമണി തൂക്കം. പ്രവാചകൻ പറഞ്ഞു, അയാളുടെ ഹൃദയത്തിലേക്ക് വിശ്വാസം പ്രവേശിച്ചിരിക്കുന്നു. ഇതാണ് വിശ്വാസം. ഞാനൊരു മുസ്ലിമാണെങ്കിൽ പ്രവാചകന്റെ അടുക്കൽ ഒരാൾ ചെന്നുകൊണ്ട് ചോദിച്ചു, പ്രവാചകരെ, ഞാൻ നല്ലവരാണോ? പ്രവാചകൻ പറഞ്ഞു, നിന്റെ അയലോക്കക്കാരൻ നീ നല്ലവനാന്ന് പറഞ്ഞാൽ നീ നല്ലവൻ, നിന്റെ അയൽപ്പക്കക്കാരൻ നിന്നെ കുറിച്ച് മോശാന്ന് പറഞ്ഞാൽ നീ മോശം. അല്ലാതെ ഞാൻ ഇത് നല്ലവനാണോ മോശമാണോ എന്ന് അഭിപ്രായ പ്രകടനം നടത്തേണ്ട ആളല്ല. നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ട യുവാക്കളെ, തആവനു അലൽ ബിർരി വത്തഖ്വാ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ നന്മക്ക് വേണ്ടി ഏകോപിക്കുക. നോക്കൂ നിങ്ങൾ, 4 ദിവസം ട്രെയിനിൽ എന്തോ ഒരു സുഖയാത്ര. എന്താ കാരണം? നമ്മളെ കേന്ദ്ര റെയിൽവേ വകുപ്പ് സൗദി അറേബ്യ ഏറ്റെടുത്തതാ? അല്ല, മദ്യം നിരോധിച്ചു. ടീട്ടി കുടിക്കണില്ല, യാത്രക്കാരൻ കുടിക്കണില്ല, പ്ലാറ്റ്ഫോമിലും കയറാൻ പാടില്ല. എന്തേ? അപ്പൊ ഇസ്ലാം മദ്യം നിരോധിച്ചത് എന്തുകൊണ്ടാ? കേന്ദ്ര റെയിൽവേ ഒക്കെ ബുദ്ധിമുട്ടിയതിന്റെ ബുദ്ധിമുട്ടലും കഷ്ടപ്പാടും അറിയുന്നവരാണല്ലോ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ. എല്ലാവർക്കും ഉണ്ടാവും രാഷ്ട്രീയ, അരാഷ്ട്രീയവാദികളല്ല മുസ്ലിങ്ങൾ. അതുപോലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ എല്ലാവർക്കും രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിന്റെ കാര്യമാണ് കേട്ടോ. ഒരാളുടെ റോട്ടിൽ വീണ് കിടക്കണം, അയാൾ ആരും എടുക്കണില്ല, അപ്പൊ എന്ത് ചോദിച്ചാൽ രാഷ്ട്രീയ. അതെങ്ങനെ കൂട്ടരെ രാഷ്ട്രീയമാണ്? രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എന്താ? രാഷ്ട്രത്തിന്റെ കാര്യം എന്നാ. നമ്മളെ നാട്ടിലൊക്കെ നമ്മുടെ പ്രായം ചെന്ന വല്യച്ഛനും വല്യപ്പനും വല്യുപ്പൊക്കെ ഏറ്റവും വെറുക്കണ പദേതരങ്ങൾ രാഷ്ട്രീയം എന്നുള്ള. എന്തുകൊണ്ടറിയോ? യുവാക്കളായി നമ്മളൊക്കെ ഇറങ്ങിയിട്ട് രാഷ്ട്രീയത്തേക്ക് ഇറങ്ങിയോടുകൂടി രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വെറുക്കപ്പെട്ടൊരു വസ്തുവായി മാറി. ഏതുപോലെ മതം എന്ന് പറഞ്ഞ് നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങി, മതത്തിന്റെ പേരിൽ ഘോഷയാത്രകൾ നടത്തി, വാഹനം തടസ്സപ്പെടുത്തി. പ്രവാചകൻ പഠിപ്പിച്ചു, ഈമാൻ എന്ന് പറയുന്നത് നിങ്ങൾ വഴിയിൽ നിന്ന് മാലിന്യം നീക്കലാണ് അതിന്റെ ഏറ്റവും അടിഭാഗത്തുള്ളത്, താഴെയുള്ളത്. അല്ലേ? കാസർഗോഡ് ഒരു പറ്റം ആളുകൾ സൈനിക വേഷം ധരിച്ചുകൊണ്ട് നബിദിന റാലിയിൽ പോയി. കേട്ടാ എന്താ തോന്നുന്നറിയോ? നബിനെ സ്നേഹിച്ചിട്ട് അറസ്റ്റിലായി കൂട്ടി വായിക്കുമ്പോ അവിടെ പോയി പ്രസംഗിച്ചു ഇസ്ലാഹി പ്രസ്ഥാനം. പ്രിയപ്പെട്ടവരെ, പ്രവാചകനെ സ്നേഹിക്കാൻ ചര്യ പിൻപറ്റണമെന്നാണ് മതം പഠിപ്പിച്ചത്. അങ്ങനെ ഒരു റാലി ഇസ്ലാമിക ആചാരത്തിലില്ല എന്ന് അവിടുത്തെ മുസ്ലിം സഹോദരന്മാർ പോലും ചോദിച്ചു. അങ്ങനെയാണോ? എന്നാ പിന്നെ ഈ ഇടങ്ങേറൊന്നും വരികയില്ലല്ലോ അല്ലേ? ഇസ്ലാമിനെ സ്നേഹിച്ചിട്ടോ പ്രവാചകനെ സ്നേഹിച്ചിട്ടോ ആർക്കൊരു വിഷമുണ്ടാവില്ല. അപ്പൊ എന്തു വേണം? പ്രവാചകനെ ചര്യ കൊണ്ട് സ്നേഹിക്കണം. ഒരു തിന്മയും ചെയ്യാൻ പാടില്ല. നമ്മൾ ഒരു സമയത്തും ഇപ്പൊ നോക്കൂ, നിങ്ങളൊരു മുസ്ലിമിന് നിസ്കരിക്കാൻ പോകുമ്പോ കള്ളുടിക്കാൻ പാടില്ലായിരുന്നു. ആദ്യം കൃത്യമായി നിസ്കരിക്കണവന് കള്ളുടിക്കാൻ കഴിയില്ല. പിന്നീട് അവനോട് പറഞ്ഞു,
നിങ്ങൾക്ക് നന്മയുണ്ട്, തിന്മയുണ്ട്. നിങ്ങൾക്ക് നന്മയേക്കാൾ കൂടുതൽ തിന്മയാണ്, മദ്യം കുടിക്കരുത് കേട്ടോ. പിന്നെ പറഞ്ഞു ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ വെടിയുന്നില്ലേ? ആധുനിക യുവത്വത്തിന്റെ ചൂഷണത്തിന്റെ ഏറ്റവും വലിയ മാർഗമായ മദ്യത്തെക്കുറിച്ച് തന്നെ ISM പറയുകയാണ്. മദ്യത്തിൽ നിന്ന് മുക്തമാകാൻ കഴിയണം. ബീവറേജ് എന്ന് പറഞ്ഞാൽ ബി ആവറേജ് എന്നാണല്ലോ. മദ്യ നിരോധന സമിതിയുടെ ഒരാളുണ്ട് ഞങ്ങളുടെ കൊയിലാണ്ടി, അയാൾ പറഞ്ഞതാണ് ബീവറേജ് എന്ന് പറഞ്ഞാൽ ബി ആവറേജ് എന്ന് പറഞ്ഞാൽ ബി ഫുൾ, മൊത്തം പോയി നടത്താം, ഒരു ഫുള്ളാകുക അടിച്ചു കഴിഞ്ഞാൽ, അല്ലേ? അപ്പോ കേരളത്തിൽ മദ്യം നിരോധിച്ചിട്ട് മദ്യം കൂടി നിർത്താനൊന്നും ഇപ്പൊ പെട്ടെന്ന് കഴിയും തോന്നണില്ല. കാരണം റവന്യൂ വരുമാനത്തിന്റെ 75% കരളിന്റെ ഉള്ളിൽ നൂറ്റിക്കൊണ്ടിരുന്നതാണ്. പിന്നെന്ത് കഴിയും? കുടിക്കുന്ന ഏതൊരു മനുഷ്യനും അത് നിർത്തൽ ചെയ്യാൻ ഈ രാജ്യത്ത് അനുവാദമുണ്ട്, അവകാശമുണ്ട്. വേണ്ടേ? നിർത്തുക. എന്താ നിർത്തിയാല്? കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഈ ഡിഅഡിക്റ്റേഷൻ ഒരു സെക്ഷൻ ഉണ്ട്. അവിടെ ആളുകളെ സന്ദർശിക്കാൻ ചെന്നപ്പോൾ 5 മണിക്ക് നല്ല കളറുള്ള കട്ടൻ ചായ ഇങ്ങനെ കുടിക്കുക. ഞങ്ങൾ ചോദിച്ചത് എന്താ, ഇന്ന് നേരം മറ്റേത് കുടിച്ചില്ലായിരുന്നു, ഇപ്പൊ ഇത് കളറെങ്കിലും കിട്ടിയാൽ ഒരു സമാധാനമാകുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഓർക്കി ഒരു അരക്കുപ്പി വയറിലാക്കുക. എന്തിനാ ചോദിച്ചാൽ ഞങ്ങൾ എന്താ പറയാ? നിങ്ങൾ സമാധാനത്തിനാണ്. സമാധാനത്തിന് എന്നിട്ടോ സമാധാനത്തിന് വേണ്ടി നമ്മൾ അരക്കുപ്പി വയറിലാക്കിയിട്ട് ചെല്ലുക വീട്ടിക്ക്. വല്യച്ഛൻ ആദ്യം തന്നെ ചാരികസേരയിലിട്ട് പുറത്തോട്ട് പോന്നു. വല്യമ്മ ആദ്യം തന്നെ പ്ലാവിന്റെ ഒട്ട് ഇറങ്ങിപ്പോയപ്പോൾ ആളുകൾ പറഞ്ഞു മൂർഖൻ പാമ്പ് വരും. എന്നാലും മൂർഖൻ വരിയെങ്കിലും മകന്റെ തൊഴി കൊള്ളണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഒരു പറഞ്ഞു. 3 വയസ്സായ കുട്ടി കട്ടിലിന്റെ അടിയിൽ പോയി. 5 വയസ്സുകാരൻ അട്ടത്ത് കയറി. സ്വന്തം സഖിയായ ഭാര്യയുണ്ടല്ലോ പണ്ടേ കണ്ണീരൊഴുക്കാൻ തുടങ്ങിയവൾ, അവൾ കണ്ണീരൊഴുക്കിക്കൊണ്ട് അടുക്കളയുടെ ആ പുകപടലങ്ങൾ തങ്ങി നിൽക്കുന്നിടത്തേക്ക് അങ്ങോട്ട് തിരിച്ചു. എന്തുണ്ടായത്? നമുക്ക് സമാധാനം. നമ്മൾ സമാധാനത്തിലായതോടുകൂടി പുരയിലുള്ള 6 ആളെ സമാധാനം പോയില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ പറയും. സ്ത്രീകൾക്കും കുട്ടികൾക്കും സംരക്ഷണം നൽകാൻ ഈ രാജ്യം ഉദ്ദേശിക്കുന്നുവെങ്കിൽ മദ്യം നിരോധിക്കണം. മദ്യം നിരോധിക്കുന്നതിന് മുമ്പ് നമ്മളൊക്കെ നിരോധിച്ചിട്ടൊന്ന് കാണിച്ചു കൊടുക്കുക. മദ്യം കുടിക്കുന്ന ഏതൊരു മനുഷ്യനും ഏതൊരു ചെറുപ്പക്കാരനും അതൊക്കെ ഒഴിവാക്കി ആ കണ്ണക്കൊന്ന് തെളിയട്ടെ, കണ്ണക്കൊന്ന് ഉഷാറായിട്ട് ആ മദ്യം വാങ്ങുന്നതിന് പകരം ഒരു 75 രൂപക്ക് ഒരു 1/2 കിലോ അയില വാങ്ങുക, 2 റുപ്യന്റെ 5 മഞ്ചും വാങ്ങുക. എന്നിട്ട് ഓട്ടോറിക്ഷക്കാരനോട് പറയാം, മോനെ എന്റെ പുരയിലാക്കി തന്നെ എത്രയപ്പം അങ്ങോട്ടൊക്കെ ചാർജ്. അപ്പൊ ഇന്നലെ ഓട്ടോറിക്ഷയിൽ പോകുന്നതല്ലേ, എനിക്കതൊന്നും അറിയില്ല. ആ 100 തൊട്ട് തരും, ഈ ബാക്കി തരുന്നത് തരും, എനിക്കതൊന്നും അറിയില്ല. കയറി ഓട്ടോറിക്ഷയിൽ കയറി വീട്ടിലിറങ്ങി, വീട്ടിന്റെ മുമ്പിലിറങ്ങി ആടാതെ ചെല്ലുന്നത് കാണുമ്പോൾ ആ വീട്ടിലെ ആശ്വാസമായി. അച്ഛന്റെ കയ്യിലോ ഉപ്പയുടെ കയ്യിലോ പറയാ, ഉപ്പ നിങ്ങൾ അകത്തോട്ട് പോരി. മോനെ ഇജ അകത്താക്കിക്കണോ? ഇല്ല, ഞാൻ അകത്താക്കിയിട്ടില്ല. എന്നാ ഞാൻ അകത്തോട്ടും പോരാ. നമ്മൾ അകത്താക്കാത്തോണ്ട് ഉപ്പരകത്തോട്ട് പോകുന്നു. ഭാര്യയുടെ കയ്യിൽ ആ മത്സ്യങ്ങൾ കൊടുക്കുക, കുട്ടികളുടെ കയ്യിൽ മഞ്ച് കൊടുക്കുക. ആ കുട്ടികൾ കണ്ണീരുറ്റിക്കൊണ്ട് കുത്തപ്പം തമ്മിൽ പറയും, മോനെ നമ്മളെ അച്ഛനുണ്ടല്ലേ, നമുക്ക് നമ്മളെ വാപ്പുണ്ടല്ലേ, അപ്പൊ നാളെ PTA മീറ്റിംഗ് ഇല്ലേ, നമുക്ക് പറഞ്ഞു നോക്കാലേ, നമുക്ക് വാപ്പയുണ്ടല്ലോ, നമ്മൾ അച്ഛനുണ്ടല്ലോ. ഇതുവരെ അവർക്ക് അച്ഛനും വാപ്പയും ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നോ? ഇല്ല. അവർക്ക് അന്ന് മുതൽ കിട്ടി. ഭാര്യ മത്സ്യമൊക്കെ പൊരിച്ച് ആ തീന്മേശയിൽ വെച്ച് വട്ടത്തിലിരുന്ന് തിന്ന് സമാധാനമടഞ്ഞ് രാത്രി പ്രാർത്ഥന കഴിഞ്ഞ് കിടന്നുറങ്ങുമ്പോൾ ചെറിയ കുട്ടിയെ വലതിനോട് ചേർത്ത് മറ്റൊരു കുട്ടി ഇടതിനോടും ചേർത്ത് വെച്ച് ആ കിടക്കുമ്പോൾ ആ കുട്ടികൾ തലയണയിലേക്ക് കണ്ണ് രണ്ടും പൂഴ്ത്തി വെച്ചിട്ട് കണ്ണീരുറ്റിക്കൊണ്ടിരിക്കും. അവരിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടാകും, ഈശ്വരാ, നാഥാ, യഹോവേ, യാ ഇലാഹി, ആരാധ്യനായ നാഥ, എന്റെ അച്ഛനും എന്റെ ഉപ്പയുമൊക്കെ എന്നും ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് എത്ര നന്നായിരുന്നു എന്ന്. അത് കേൾക്കാൻ, ആ പ്രാർത്ഥനക്ക് നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കാതിനും നിങ്ങളുടെ കണ്ണിനും കൺകുളിർമയുണ്ടാകാൻ, നിങ്ങൾക്ക് നേട്ടമുണ്ടാകാൻ ഈ രാജ്യത്ത് മദ്യനിരോധനത്തിന്റെ മുമ്പ് സ്വന്തം മനസ്സാക്ഷി കൊണ്ട് അൽ ജിഹാദ്, ഇസ്ലാമുൽ ജിഹാദ് എന്ന് പറഞ്ഞാൽ മറ്റോന്റെ പെരടി വട്ടാളല്ല, സ്വന്തം മനസ്സിനോടുള്ള കരുത്തോടു കൂടി ധർമ്മസമരം ചെയ്തിട്ട് അതിൽ നിന്ന് മുക്തമാകാൻ നമുക്ക് കഴിയണം. ആയിക്കൂടെ? ദ ലൈറ്റ് എക്സിബിഷൻ ഓൺ ഇസ്ലാം ഒരു പ്രഭാഷണം എന്നല്ല, ഒരുപാട് ഇനി ഗംഭീരമായി ഒന്ന് കാത്തിരിക്കുക. ഇതൊക്കെ കേട്ടിട്ടൊരു മെച്ചം നമ്മുടെ നാടിനുണ്ടാകും, നമ്മുടെ നാടിനുണ്ടാകണം. അപ്പൊ ചിലരെന്താ പറയാറിയോ, ഞാൻ കള്ളൊന്നും കുടിക്കില്ല, ഞാൻ വാർപ്പിന് പോകുമ്പോൾ ആ കുടിക്കാന്ന. സഹോദര, ഈ വാർപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? വേറൊരുത്തിന് പൊരയേറ്റി കൊടുക്കുക, എന്നിട്ട് അവിടുന്ന് കിട്ടുന്ന കുപ്പിയും കൊണ്ട് അവനാന്റെ പൊര പൊളിക്കുക. പൊട്ടറ നമ്മള്
വേറൊരുത്തിന് പുറകേറ്റി കൊടുക്കുക. പുര കയറ്റിയിട്ട് തോമസ് മാഷേ നിങ്ങൾ സുഖമായി താമസിക്കിട്ടോ ഫാമിലി ആയിട്ട്, മുഹമ്മദ് ഖാ നിങ്ങൾ സുഖമായിട്ട് താമസിക്കിട്ടാ, അയ്യോ ഞാൻ കുപ്പിയിട്ട് എന്റെ പുര പൊളിക്കാൻ പോവാന്ന്. അവിടുന്ന് ആ കുപ്പി ഒഴിവാക്കി കോൺട്രാക്ടറോട് പറയാ കുപ്പി വേണ്ട, ഒരു പാക്കറ്റ് ബിരിയാണി ഏറെ വേണം. എന്തിനാ? വാർപ്പൊക്കെ കഴിഞ്ഞു, നല്ല ക്ഷീണുണ്ട്, വീട്ടിൽ പോയിട്ട് പൊതി തുറന്നിട്ട് എന്റെ വാപ്പക്കും എന്റെ ഉമ്മക്കും എന്റെ കുട്ടിയൊക്കെ വട്ടത്തിൽ തിന്നാൻ. നന്മയിലേക്ക് വരട്ടെ. വിവാഹത്തിന്റെ പന്തലിൽ തലേ ദിവസം മദ്യം വിളങ്ങുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ധാർമ്മികതയ്ക്ക് വേണ്ടി നിങ്ങളുടെ മക്കൾക്ക് മാതൃക കാണിച്ച് തിന്മയിൽ നിന്നും പിന്മാറണം. കുല്ലു മുസ്കറിൻ ഹറാം, മസ്തുണ്ടാക്കുന്ന എന്തും നിഷിദ്ധമാണ്, എന്തും നിഷിദ്ധമാണ്. മസ്തുണ്ടാക്കും നിങ്ങളുടെ ബോധവും നിങ്ങളുടെ ബോധ്യവുമൊക്കെ ഈ രാജ്യത്തിനും ഈ നാടിനും നമ്മുടെ തൊടുപുഴക്കൊക്കെ ആവശ്യമുണ്ട്. അപ്പൊ ഇത് കുടിക്കത് മയക്കുമരുന്ന് കുത്തണോ തിന്നണോ എന്താ അരമണിക്കൂറിന് ബോധം പോകാനാണോ? ഞങ്ങൾ പടച്ചോനോട് പറഞ്ഞോളി ബോധം മൊത്തം വേണ്ട, എന്നാ സുഖല്ലേ, വെറുതെ ഈ 2 ഉറുപ്പിക എടുത്ത് പാക്കറ്റ് വാങ്ങണം. സുഹൃത്തെ, അങ്ങനെ ഉണ്ടായിപ്പോയാൽ നമ്മൾക്ക് ഉള്ള ബോധം നഷ്ടപ്പെട്ട് ഏതെങ്കിലും ഒരു ആശുപത്രിയുടെ തിണ്ണയിൽ 35 കൊല്ലത്തോളം ബോധം നഷ്ടപ്പെട്ട് കിടക്കേണ്ടി വന്നാൽ ആ ബോധം തിരിച്ചു തരാൻ നമ്മളവിടെയുള്ള ഒരു പാക്കറ്റിനും കഴിയില്ല. നമ്മുടെ കോഴിക്കോട് ജില്ലന്റെ കളക്ടർ ബാലുശ്ശേരി ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് റിയൽ എസ്റ്റേറ്റുകാരോട് പറഞ്ഞു, പാടം പറമ്പാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും, പക്ഷേ ഒരു പറമ്പ് പാടാക്കാൻ നമ്മളെ കൊണ്ട് ഒന്നും കഴിയൂലട്ടോ, ഒന്ന് സഹകരിക്കണം നിങ്ങൾ. സത്യല്ലേ അത്? ഒരു കൃഷിസ്ഥലത്തെ മണ്ണ് കൊണ്ടുപോയി നിറച്ച് പറമ്പാക്കാൻ കഴിയും, പക്ഷേ ഒരു പറമ്പ് പോലുള്ള സ്ഥലത്തിൽ കൃഷിയുടെ ആക്കാൻ നമുക്ക് കഴിയൂലട്ടോ. അത് ദൈവം നമുക്ക് വരദാനമായി നൽകിയതാണ്. ഇതേപോലെ ബോധം നമുക്ക് നൽകിയതാണ്. ഉള്ള ബോധത്തെ കളയാനേ മരുന്നുള്ളൂ. ബോധം നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചു തരാൻ 2 രൂപ കൊണ്ടാകില്ല, ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കേണ്ടി വരും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. നിങ്ങൾ സമാധാനമടയുക ദൈവചിന്തയിൽ. അതാണ് നിങ്ങളുടെ ഹൃദയത്തിന് സമാധാനം നൽകുന്നത്. പ്രമുഖമായ വിശ്വാസ രംഗത്തെ ചൂഷണങ്ങളും അത് ഒരു പറ്റം. ഇന്നലെ ഒരു ചെറുപ്പക്കാരനെ കണ്ടു, അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ കക്കാനിറങ്ങാം. എന്താ, വലിയ വലിയ ആൾക്കാരൊക്കെ മുടിയൊക്കെ വിറ്റാണ്ട് ഭയങ്കര കോടീശ്വരന്മാരാകുമ്പോ ഞങ്ങൾ ഇങ്ങനെ എരപ്പായി നടക്കുക, ഹറാമാന്ന് പറഞ്ഞു. ഇതെന്തുകൊണ്ട് വന്നു? ഇസ്ലാമികമായ ആചാരത്തിലില്ലാത്ത കാര്യത്തെ സമൂഹത്തിൽ ചൂഷണത്തിന് ഉപയോഗിക്കുന്നു. ഇത് കണ്ടിട്ട് ആരും ബേജാറാകണ്ടട്ടോ, ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ അങ്ങനെ ഏതെങ്കിലും എടുത്തുകൊണ്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പട്ടിണി കിടന്ന ദിവസം അരിയില്ല, ഗോതമ്പില്ല, എണ്ണയില്ല. ആ ദിവസം പട്ടിണി കിടക്കുന്ന അന്ന് പ്രവാചക സഖിയോട് ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അതേ ദിവസം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിൽ 1000കണക്കിന് മുടി ഉണ്ടായിരുന്നു. എന്നിട്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തലയിൽ നിന്ന് 2 മുടി വരച്ചിട്ട് 3000 രൂപ 4000 രൂപ ലേലം വിളിച്ചേക്ക. അല്ല, സ്വന്തം പടയങ്കി ഉണ്ടായിരുന്നത് പണയം വെച്ചുകൊണ്ട് ജൂതന്റെ കയ്യിൽ, ഒരുപാട് മുസ്ലിങ്ങൾ സമ്പന്നരുണ്ട് അവിടെ, ജൂതന്റെ കയ്യിൽ കൊണ്ടുപോയി പണയം വെച്ച് കിട്ടിയ അതുകൊണ്ടാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ അന്ന് ഭക്ഷണം ഉണ്ടാക്കിയത്. ഓർക്കണം നിങ്ങൾ, ഇസ്ലാം ചൂഷണത്തിൻ്റെതല്ല, ഇസ്ലാം ഇത്തരത്തിലുള്ള കള്ളത്തരത്തിൻ്റെ അല്ല. അപ്പോൾ പലിശ വാങ്ങാൻ പാടില്ല. ലോട്ടറി എന്തേ വിരോധിച്ചത്? ലോട്ടറിയുടെയും ഇസ്ലാമികമായ വൽക്കരണത്തിൽ അത് വരുന്നത്, ലോട്ടറി കിട്ടുന്ന 10,000കണക്കിന് ആളുകൾ ഭാഗ്യരഹിതരായിട്ടാണ് ഒരുത്തൻ ഭാഗ്യവാനാകുന്നത്. ശത്രുതയുണ്ടാകും, കിട്ടിയവനോട് പക തോന്നും, അവനെ കൊല്ലണമെന്ന് തോന്നും. ശത്രുതയുടെയും തിന്മയുടെയും പക്കത്ത് വന്നു നിൽക്കുന്ന മദ്യവും ചൂതാട്ടവും ഒക്കെ ഈ ഒരു തരത്തിലുള്ളത് തന്നെയാണ്. അതുകൊണ്ട് കണ്ണ് നന്നാക്കുക, തിന്മകളൊന്നും കാണാതിരിക്കുക. ഇസ്ലാം സ്ത്രീയോട് മുഖമക്കന ധരിച്ച് മാരടം മറക്കട്ടെ എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ് നിങ്ങൾ? നമ്മുടെയൊക്കെ നാടുകളിലുള്ള സിൽക്കുകളുടെയും കടകളിലൊക്കെ പരസ്യം കണ്ടില്ലേ നിങ്ങൾ? കഷണ്ടിന്റെ പരസ്യത്തിൽ മാത്രമാണ് ആണിന്റെ ഒരു തലയുള്ളത്, ബാക്കിയുള്ളത് മുഴുവൻ പെണ്ണിന്റെ ശരീര. എന്താ കാരണം? വാഹനം ഓട്ടിപ്പോകുന്ന ചെറുപ്പക്കാരന്റെ കണ്ണിനെ കണ്ണഞ്ചിപ്പിച്ച് അവനെ വഴിതെറ്റിച്ച് അവന്റെ കുടുംബസമേതം അവന്റെ ഹൈവേയിൽ നിന്ന് തെന്നിയകന്ന് ഏതെങ്കിലും കോറിയിൽ പോയി വീഴട്ടെ എന്ന് തന്നെ. അതുകൊണ്ടാ ഖുർആൻ പറഞ്ഞത് അവൾ മുഖമക്കന ധരിച്ച് മാറിടം മറക്കട്ടെ. അപ്പൊ സ്ത്രീത്വത്തിൻ്റെത് ഏതെങ്കിലും തിന്മകൾ, ഏതെങ്കിലും സീഡിയോ ഏതെങ്കിലും സോഫ്റ്റ്വെയർ എടുത്ത് സുഹൃത്തെ മൊബൈലിലാക്കി അങ്ങോട്ട് തിരിഞ്ഞ് കണ്ട് ശരീരം ശോഷിച്ച് ഒരു സഖിയെ, നാടിന്റെ ആചാരവും നമ്മളുടെ മാതാപിതാക്കളുടെ അനുവാദവും ദൈവാനുഗ്രഹത്തോടു കൂടി ഒരു സഖിയെ കിട്ടുമ്പോൾ
2 ദിവസം കഴിയുമ്പോൾ ആ സഖി പറയും, ഉപ്പാ ഞാൻ പോവുകയാണ്. എന്തേ മോളെ? ഒന്നുമില്ല, അയാൾക്ക് എന്നെ വേണമെന്ന് തോന്നുന്നില്ല. അവസാനം സൈക്യാട്രിസ്റ്റിന്റെ അടുത്തെത്തി. സൈക്യാട്രിസ്റ്റ് ആ പുതുമാരനോട് ചോദിച്ചതെന്താണെന്നറിയോ? മോനെ, കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ കണ്ടിരുന്നു. അവൻ പറഞ്ഞു, എൻ്റെ കാക്കാക്ക് ഒരു മൊബൈലിൻ്റെ കട ഉണ്ടായിരുന്നു. 8:30 മണിയാവുമ്പോൾ അതിൻ്റെ താക്കോല് ഞങ്ങൾ ഏൽപ്പിക്കും. എന്നിട്ട് ഞാൻ പോവാട്ടോ, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വിറ്റോളിട്ടോ എന്ന് പറഞ്ഞു. ഞങ്ങൾ 11 മണിവരെ മോണിറ്റർ തിരിച്ചു വെച്ച് ഞങ്ങൾ വേണ്ടാത്ത കാഴ്ചകൾ കണ്ടു. അതിൻ്റെ ഫലമായി ഇനി നിന്റെ ശാരീരിക ശേഷി, ലൈംഗിക ശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു. നീ അവളെ വേറെ ആർക്കെങ്കിലും വിവാഹമോചനം ചെയ്തു കൊടുത്തള. പാവ, ആ കുട്ടി കഷ്ടപ്പെടണ്ടല്ലോ. ആധുനികതയിലെ തിന്മയിൽ അതിപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, സെക്സ് എന്ന് പറയുന്നതിന്റെ മാരകമായ വിഷം ഓരോ തലത്തിലും കുത്തിവെച്ച് തിന്മയുടെ വഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആധുനിക യുവത്വത്തോട് ഖുർആൻ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ കണ്ണിനെ നിയന്ത്രിക്കണം എന്നാണ്. അതുകൊണ്ട് മൊബൈലിന്റെ കട നടത്തുന്ന തൊടുപുഴയിലെ ഒരൊറ്റ സഹോദരനും, അവൻ ഹിന്ദു ആകട്ടെ, മുസ്ലിം ആകട്ടെ, ക്രിസ്ത്യാനിയാകട്ടെ, ആരാകട്ടെ, പ്രിയപ്പെട്ട സഹോദരാ, സോഫ്റ്റ്വെയറിൽ വേണ്ടാത്ത കാഴ്ചകൾ കയറ്റിക്കൊടുത്തിട്ടുള്ള പൈസ ഞമ്മക്ക് ആർക്കും വേണ്ട, നമ്മളെ കുട്ടിയേക്കും വേണ്ട. എന്തിനാ നമ്മളെ നാടിനെ നമ്മൾ തിന്മയിലേക്ക് കൊണ്ടുപോകണം? അതുകൊണ്ട് വിപത്തുകളിൽ നിന്ന് മോചിതമാകാൻ, യുവത്വത്തിന്റെ അധാർമികതയിൽ നിന്ന് മാറി നല്ലൊരു യുവജനതക്ക് ഒരു കരുത്തേകാൻ തൊടുപുഴ എന്ന നാടിന് സാധിക്കും. ദൈവം തമ്പുരാൻ, നാഥൻ, ഈശ്വരൻ, യഹോവ, നമ്മളുടെയൊക്കെ രക്ഷിതാവ്, അൽ ഇലാഹു, ആരാധ്യൻ എന്നാണ് ഖുർആൻ ആ ശക്തിക്ക് നൽകിയിട്ടുള്ള പേര്. ആ ശക്തിയുടെ രക്ഷയും സമാധാനവും നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ശേഷം ഇവിടെ ഇസ്ലാമിന്റെ മഹത്വത്തെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും സംസാരിക്കുന്ന പ്രൗഢോജ്വലമായ ഒരു പ്രഭാഷണം ഇനി നടക്കാനിരിക്കുന്നു. അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.